ഇത്തരത്തിൽ യുവതലമുറയെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നേതൃത്വം നൽകുന്ന ഒരു സംഘത്തിന്റെ, ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടർ, നേതാവായ, അതിനെ സ്ഥാപിച്ച ആളാണ് സോനം വാങ്ചുക്. ഈ സോനം വാങ്ചുക് 26 ദിവസത്തോളമായി നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ ഭരണകൂടം നമ്മുടെ യുവതലമുറയോട്, യുവാക്കളോട് കാണിക്കുന്ന അനീതിയും അധാർമികതയും നീതിയില്ലായ്മയും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അവർ നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ അവർക്ക് വേണ്ട രൂപത്തിൽ നൽകാത്ത പരിഗണനയുടെ മുമ്പിൽ എത്രയോ വിദ്യാർത്ഥികൾ അവിടുന്ന് അവരുടെ ജീവൻ മുഴുവനും നഷ്ടപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ നിലനിൽപ്പിനും തങ്ങളുടെ വിദ്യാഭ്യാസ നേട്ടത്തിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് ഒരു തലമുറ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ആ തലമുറയോട് ഒരു ഭരണകൂടവും കാണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആ തലമുറയോട്, നമ്മുടെ യുവാക്കളോട് കാണിച്ചു പോയത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഭീകരത നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രത്തെ ഈ ഗവൺമെന്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേദനാജനകമായി നാം വായിക്കേണ്ടിയിരിക്കുന്നു. യുവാക്കളുടെ ആ ഒരു ഊർജത്തെ കെടുത്തിക്കളയുന്ന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഇത്തരം അധാർമികപരമായിട്ടുള്ള, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് നമുക്ക് ഒരിക്കലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല. നമ്മുടെ രാജ്യം അത് യുവാക്കളോടൊപ്പം, ആ യുവാക്കളുടെ പ്രവർത്തനങ്ങളോടൊപ്പം, അവരുടെ ഊർജ്ജകരമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പമാണ് എപ്പോഴും നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാജ്യത്തിന് ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. യുവതലമുറയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരു ഭരണകൂടവും അവസാനം തകർച്ചയിലേക്കായിരിക്കും എത്തിപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.